ട്രംപുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന സൂചനകൾ അത് യുദ്ധവിരാമമാണോ? ഇനി ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇതൊക്കെ നിഷേധിക്കുന്ന ഒരു സാധ്യത മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. തുറന്നു കൊടുക്കാമെന്ന് പൂർണ്ണമായും തങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഒരു 50-50 എന്ന ചാൻസിൽ നിൽക്കുന്നു എന്ന സൂചനകൾ പുറത്തു വന്നു. ട്രംപ് ഉറപ്പിച്ചു പറയുന്നു ഇന്ന് തന്നെ ഇതിലുള്ള ഒരു ശുഭകരമായ വാർത്ത കാണാനായി സാധിക്കും. ഹോർമുസിൽ കപ്പലുകൾക്കൊക്കെ തന്നെ പൂർണ്ണമായി സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സാധ്യതകൾ, മൈനുകളൊക്കെ തന്നെ ഇറാൻ നീക്കും. ഇനി അപ്പുറത്താകട്ടെ ഇറാനുമേൽ ചുമത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ, എണ്ണ സ്വതന്ത്രമായി വ്യാപാരം നടത്താനുള്ളൊരു സാധ്യത, അതൊക്കെ തന്നെയാണ് ഇനി മുന്നിൽ കാണുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. അങ്ങനെ യുദ്ധം അവസാനിക്കുന്നു എന്ന പ്രതീതി തന്നെയാണ് ഉയരുന്നത്. സമാധാനം പുലരുമോ? ഈ നമ്മൾ കാണുന്ന പ്രസ്താവനകൾ അമേരിക്കൻ നേതൃത്വത്തിന്റെ അതുപോലെ ഇറാന്റെയും ഒക്കെ നേതൃത്വത്തിന്റെ പ്രസ്താവനകൾ പരിശോധിച്ചാൽ ഒരു കരാറിലേക്ക് അടുക്കുന്നു എന്നതായി നമുക്ക് കാണാവുന്നതാണ്. ട്രംപ് പറഞ്ഞത് അതൊരു ധാരണ പത്രം ഒപ്പിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്നു. ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഒന്നും കൃത്യമായി ഏതെങ്കിലും ധാരണയിൽ എത്തിയെന്നുള്ള വിവരങ്ങളും വരുന്നില്ല. അപ്പോൾ അത് എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഇപ്പോഴും സമാധാന കരാർ ഒരു തുലാസിലാടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം തന്നെ ഏതാനും ചില കാര്യങ്ങളിൽ ഒരു ധാരണയായിട്ടുണ്ട്. അതിലേറ്റവും കീറാമുട്ടയായി ഇപ്പോൾ നിൽക്കുന്നത് ഇറാന്റെ ആണവ ശേഖരം സമ്പുഷ്ടീകരിച്ച യുറേനിയം എപ്രകാരം സൂക്ഷിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഏറ്റവും വിലങ്ങുതടിയായി നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു കാര്യങ്ങളിലൊക്കെ, അതായത് ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന സംബന്ധമായ കാര്യമാണെങ്കിലും, സമുദ്ര പാതകൾക്ക് ട്രേഡിന് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ആണെങ്കിലും, അതുപോലെ ഇറാന്റെ മരവിപ്പിച്ചിരിക്കുന്ന ആസ്തികൾ വിട്ടു നൽകുന്ന കാര്യത്തിലും, ലെബനോനിലും മറ്റുമൊക്കെ ഇസ്രായേൽ നടത്തുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ കീറാമുട്ടയായി നിൽക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് സംബന്ധമാണ്. ഇപ്പോൾ ചില വാർത്തകളിൽ കണ്ടത് ആ ആണവ തർക്കങ്ങൾ ഒരു 1-2 മാസത്തേക്ക് മാറ്റിവെച്ചിട്ട് മറ്റടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒരു പരിഹാരവും ധാരണയായി കഴിഞ്ഞാൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അങ്ങനെ യുദ്ധത്തിനൊരു വിരാമമാകും, അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയതായിട്ടും സൂചനകളുണ്ട്. ട്രംപ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആദ്യമായിട്ടാണെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നും, ഇറാന്റെ വിദേശകാര്യമന്ത്രിയും അതുപോലെ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഇറാനിയൻ പാർലമെന്റിന്റെ സ്പീക്കർ ഗാലിബും ഒക്കെ ഒരു ചർച്ചയിലേക്ക് എത്തുന്നുണ്ട്, ധാരണയിലേക്കായി വരുന്നു എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട്. ശരി സാറേ, ഈ ഒരു സാഹചര്യത്തിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അതായത് ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു പുതിയൊരു ക്വാഡ് സഖ്യം, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ മേഖലയിൽ, അതായത് ഈജിപ്റ്റ്, പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി എന്നീ രാജ്യങ്ങളെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് പറയുന്നത്. ഇനി മുന്നോട്ട് ഈ ഒരു പ്രശ്നങ്ങളെ കൗണ്ടർ ബാലൻസ് എന്ന രീതിയിൽ അതിപ്പോൾ ഇറാനുമേൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു ആക്രമണം അത് ഒരു സാമ്പിളായി മാത്രം കണ്ടാൽ മതി. ഭാവിയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ, അവരുടെ സൈനിക ഇടപെടലൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടൊരു ശക്തമായ ചെറുക്കുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന രീതിയിൽ ഈ ഒരു ശക്തി, പുതിയൊരു കോഡ്, അത് ഒരു അഡ്ഹോക് കമ്മിറ്റി എന്ന രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ പശ്ചിമേഷ്യൻ ബെൽറ്റ് കൂടുതൽ ശക്തമാകാൻ കൂടി ഈ ഒരു യുദ്ധം കാരണമായോ? പശ്ചിമേഷ്യൻ ബെൽറ്റിന്റെ രാഷ്ട്രീയം ഈ യുദ്ധത്തോടുകൂടി മാറുമെന്നുള്ള കാര്യത്തിൽ, ചെറിയ രീതിയിലെങ്കിലും മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ക്വാഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോൾ പാകിസ്ഥാൻ, ഈജിപ്റ്റ്, ടർക്കി, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ക്വാഡ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇസ്ലാമിക് നേറ്റോ എന്ന് പറയുന്ന ആ ഒരു സഖ്യം എത്രമാത്രം ഫലപ്രദമായിരിക്കും. കാരണം ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവയാണ്. അവർ പരമപ്രധാനമായി അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാജ്യങ്ങളാണ്. ഇപ്പം പാകിസ്ഥാൻ ആണെങ്കിൽ കൂടി ഈ മധ്യസ്ഥ ശ്രമത്തിന്റെ ആളായി വരുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക കൊടുത്തിട്ടുള്ള ചില ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ചും അസീം മുനീറിന് കൊടുത്തിരിക്കുന്ന ഒരു ലെജിറ്റിമസിയിൽ ഊന്നിയാണ് ഈ ചർച്ചകൾക്ക് ഒരു തുടക്കം കുറിച്ചതും അത് മുന്നോട്ട് പോയതും. അപ്പൊ ഇവര് കുറെയെല്ലാം ഇറാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുമെങ്കിലും പ്രധാനമായും അമേരിക്കയുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുക. കാരണം സൈനികമായി ഇവരെല്ലാം
സഹായം തേടുക അമേരിക്കയുടെ പക്കൽ നിന്നാണ്. ആഗോള തലത്തിലുള്ള സാമ്പത്തിക ഏജൻസികളിൽ നിന്ന്, വേൾഡ് ബാങ്കിൽ നിന്നുമൊക്കെ ധനസഹായം പാകിസ്ഥാൻ ഒരുപാട് ഇതിന്റെ ഭാഗമായി കൈപ്പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവരൊരു പ്രത്യേക ചേരിയായി മാറുന്നുണ്ട്, ഒരു ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും അത് എത്രമാത്രം ഒരു പ്രത്യേക ശാക്തിക ചേരിയായി പശ്ചിമേഷ്യയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമുണ്ട്. കാരണം അവിടുത്തെ രാഷ്ട്രീയം നമുക്കറിയാമല്ലോ, അമേരിക്കയുടെ ഒരു ഇംഗിതത്തിന് വഴങ്ങാത്തത് കൊണ്ട് തന്നെയാണ് ഇറാൻ യുദ്ധമുണ്ടായത്. ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ അവിടെ പ്രധാനപ്പെട്ടതാണ്. പശ്ചിമേഷ്യയിൽ പരമ്പരാഗതമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട വൈര്യങ്ങൾ, അത് സൗദി അറേബ്യ ഇറാനും തമ്മിലുള്ളതാണെങ്കിലും ഇസ്രായേലും അറബ് രാജ്യങ്ങൾ തമ്മിലുള്ളതാണെങ്കിലും ഇറാൻ ഇവർക്കെല്ലാം ഉയർത്തുന്ന ഭീഷണിയെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ സജീവമായിട്ട് നിൽക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നത്, ഈ യുദ്ധത്തോടുകൂടി ഇനി ഒരു സമാധാന കരാറിലേക്ക് എത്തിച്ചേർന്നാലും ഇല്ലെങ്കിലും ഇറാന്റെ ഒരു പ്രസ്റ്റീജ്, ഇറാന്റെ ഒരു ശക്തി അവഗണിക്കാൻ കഴിയാത്തതാണെന്നുള്ളൊരു വലിയ സന്ദേശം അവിടെ കൊടുക്കുന്നുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇടയിൽ ആരാണ് നേതാവാകേണ്ടത്, അത് പാകിസ്ഥാനാണോ, സൗദി അറേബ്യയാണോ, ഈജിപ്റ്റാണോ, ടർക്കിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ട്. അതേസമയം തന്നെ ആ സ്ഥാനം ഏറ്റവും ആഗ്രഹിക്കുന്ന മറ്റൊരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് ഇവർ തമ്മിലൊരു സഖ്യം ഒക്കെ ചെറിയ ധാരണകളിലും ചില പ്രശ്നങ്ങൾക്ക് ഇടപെടാൻ അവർക്ക് കഴിയുമെങ്കിലും ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒരു അഡ്വേഴ്സറിയൽ റിലേഷൻഷിപ്പ് ഇവർ തമ്മിൽ ഉള്ളത് കൊണ്ട് എത്രമാത്രം മുന്നോട്ട് പോകുവാൻ പറ്റുമെന്ന് കഴിയില്ല. രണ്ടായിരുന്നാലും ഈ ഘട്ടത്തിൽ അമേരിക്ക അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്നൊന്ന് അത്യാവശ്യം അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് പോകണമെന്നുണ്ട്. കാരണം അവർക്ക് ഈ യുദ്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന നാശനഷ്ടങ്ങൾ തീരെ ചെറുതല്ല, വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ. ഇപ്പം അവരുടെ കോൺഗ്രസിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഏകദേശം 40ഓളം വിവിധ തരത്തിലുള്ള ഫൈറ്റർ പ്ലെയിൻസും ഡ്രോൺസും അതുപോലെ എയർക്രാഫ്റ്റുകളൊക്കെ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. ഏകദേശം $30 ബില്യൺ നാശനഷ്ടം യുദ്ധവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 10-ൽ താഴെ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 150ഓളം അമേരിക്കൻ സൈനികർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഇനി യുദ്ധം തുടർന്നാൽ അത് ഒരു ഘട്ടത്തിലും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു യുദ്ധമായി മാറുമെന്ന ഒരു ഉറപ്പുമില്ല. ഇപ്പൊ അമേരിക്ക പറയുന്നത് യുദ്ധം കരാറിന് തയ്യാറായില്ലെങ്കിൽ ഞങ്ങളെല്ലാം ബോംബിട്ട് തകർക്കുമെന്ന്. പക്ഷെ അതൊക്കെ എത്രമാത്രം വിജയിക്കുന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു വ്യക്തമായ ചിത്രമില്ലാത്തത് കൊണ്ട് ഇതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ സൂചനകൾ അനുസരിച്ച് ഒരു കരാറിലേക്കുള്ള വരാനുള്ള സാധ്യതകളാണ് കൂടുതലെന്ന് പറയാവുന്നതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.